അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തിൽ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ടിരുന്ന് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിയായി ആഗ്രഹിക്കുന്ന വല്ലാതെ പൂതിയാണ് ആ ഒരു കാര്യം എനിക്ക് കിട്ടിയെങ്കിൽ എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഈ ഒരു അമലിനെ നിങ്ങൾ അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് നിയ്യത്ത് വെക്കുക. കുറച്ച് തവണ നിയ്യത്ത് വെച്ചാൽ മതി. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണിത്. ഇനി എൻ്റെ ശുദ്ധിയില്ലാത്ത സഹോദരിമാരോട് പറയാനുള്ളത്, ഇങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇതിന് വുളൂ വേണമെന്നില്ല. പക്ഷേ വുളൂ വേണം ആർക്ക്? ശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ വുളൂ എടുത്ത് ചെയ്യുക. കാരണം അത്തരക്കാർക്ക് വുളൂയോട് കൂടി ചെയ്യലാണ് ഒന്നുകൂടെ ഒരു ഭംഗി കൂട്ടുക, ഒന്നുകൂടെ ഒരു പ്രതിഫലം കൂട്ടുക. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചെയ്യുക. അല്ലാതെ പീരിയഡ്സൊക്കെ ആയിരിക്കുന്ന, നിസ്കരിക്കാൻ പറ്റാതെ, നോമ്പെടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് തവണ നിങ്ങൾക്കിത് നിയ്യത്ത് വെച്ചിട്ട് അസറിൻ്റെ സമയത്ത് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അമലിന് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല അല്ലേ. ചില ആളുകൾ ഒരുപാട് കരയാറുണ്ട്. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയാസമാണ് എന്താ കാട്ടുകയെന്ന് അറിയൂല, എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തണമെന്നുണ്ട്, എന്താ വഴിയെന്ന് അറിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സങ്കടപ്പെടണ്ട. നമ്മളെ റബ്ബില്ല നമ്മളുടെ കൂടെ. നമുക്ക് എത്രയൊക്കെ പ്രയാസം തന്നാലും എത്രയൊക്കെ വിഷമങ്ങൾ തന്നാലും നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിരുന്ന് കരയുക. പറയുന്നത് കേൾക്കാം, കരഞ്ഞ് 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 ഇനി ഞങ്ങൾക്ക് കണ്ണീരില്ല എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു അസർ നിസ്കാര ശേഷം ഉണ്ടല്ലോ, നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും. ഇത്തരത്തിൽ കണ്ണീരില്ലാതായവരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മനസ്സ് നൊമ്പരപ്പെട്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു അമലിനെ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഉത്തരം തീർച്ചയായിട്ടുള്ള സമയമാണ്. ഈ ഒരു അമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമലിനും അത്രത്തോളം ഫലമുണ്ട്. അപ്പോൾ ഈ ഒരു അമലും ഈ ഒരു ദിവസവും പോരാത്തതിന് റമളാൻ മാസം നോമ്പ് പിടിച്ച് ആ ഒരു അസറിനോട് ചേർന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിനും വിശക്കും ഒക്കെ കൂടെ ചെയ്ത് നമ്മൾ റബ്ബിൻ്റെ മുമ്പിലിരുന്ന് ആ ഒരു കൈനീട്ടി ഇരുത്തണ്ടല്ലോ, റബ്ബ് സുബ്ഹാനഹു തആല ആ ഒരു ഇരുത്തത്തെ, ആ ഒരു മനസ്സിനെ കാണാതിരിക്കൂല. എത്രത്തോളം ക്ഷീണിച്ച് പടച്ചോൻക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിലിരിക്കുന്നത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ആവശ്യം റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ടാകൂല്ലേ. അപ്പോൾ അത്രയും മഹത്തായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാൻ കാരണം. ഒരു കാര്യം നിങ്ങൾ ചെയ്യണേ, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവർക്ക്, പ്രയാസങ്ങൾ അനുഭവിച്ചിരിക്കുന്നവർക്ക് വേഗത്തിൽ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണുക കൂടെ ചെയ്യുക. ഞാൻ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ഇടുന്ന വീഡിയോസ് വേഗത്തിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതിലേക്ക് കടക്കാം. ഒരു കാര്യം ഞങ്ങളോട് പറയട്ടെ, എത്രയൊക്കെ ദുആ ചെയ്തിട്ടും അല്ലെങ്കിൽ എത്രയൊക്കെ കരഞ്ഞിട്ടും എനിക്ക് ഉത്തരം കിട്ടണില്ല എന്ന് പറയുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുണ്ടല്ലേ. എന്തെന്നറിയോ, നമ്മൾ ആദ്യം ചെയ്യേണ്ട, ദുആ ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അൽഹംദുലില്ലാ, റബ്ബിനോട് മനസ്സറിഞ്ഞ് നിങ്ങളൊരു ഹംദ് പറയുക, നല്ല രീതിയിലൊരു ഹംദ് പറയുക. അതിന് ശേഷം നിങ്ങൾ പശ്ചാത്തപിക്കുക. നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത് പോയിട്ടുണ്ടാകും. മനുഷ്യരാണ്, മനുഷ്യ സഹജമാണ് തെറ്റ് ചെയ്യുക എന്നുള്ളത്. അതൊരു പ്രകൃതി നിയമമാണെന്ന് പറയൂലേ. നമ്മൾ എത്ര ചെയ്യൂല എന്ന് വിചാരിച്ചിരുന്നാലും, എത്ര ഇനി തെറ്റിലേക്ക് പോകൂല എന്ന് വിചാരിച്ചാലും, എത്ര തെറ്റിലേക്ക് നോക്കൂല എന്ന് വിചാരിച്ചാലും പിന്നെയും നമ്മളിങ്ങനെ യൂട്ടേൺ അടിച്ചിട്ട് ആ തെറ്റിലേക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുപോയി എത്തിക്കും. ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്താലും ആ റബ്ബിൻ്റെ മുമ്പിലിരുന്ന് ഈ റമളാൻ മാസത്തിൽ ഈ വെള്ളിയാഴ്ച നേരത്തിൽ നിങ്ങൾക്കൊന്ന് കരയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ഇടങ്ങേറിനെ പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നിങ്ങൾ പറയുക, റബ്ബിനോട് മനസ്സറിഞ്ഞ് പറയുക, എൻ്റെ ഈ ഒരു പാപത്തെ, എൻ്റെ ഈ ഒരു തെറ്റിനെ റബ്ബ് സുബ്ഹാനഹു തആലയായിട്ടുള്ള റബ്ബെ നിങ്ങൾ എന്നിൽ നിന്ന് ക്ഷമിപ്പിച്ച് തരണേ, എന്നിൽ നിന്ന് പുറത്ത് തരണേ എന്ന് റബ്ബ് സുബ്ഹാനഹു തആലയോട് നമ്മൾ പറയുക. അതിന് ശേഷം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുക. കുറച്ച് സലാത്തുകളെ കൊണ്ട് എത്ര സലാത്തുകളാണോ ചൊല്ലാൻ കഴിയുന്നത് അത്ര സലാത്തുകൾ നിങ്ങൾ ചൊല്ലുക. അതിന് ശേഷം മുത്ത് നബിയോട് നിങ്ങൾ സലാം പറയുക. സലാം പറഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തെ അവിടെ പറയാൻ.
ആവശ്യത്തെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കടമുള്ള ഒരു കാര്യമാണ് പറയാൻ വരുന്നതെങ്കിലും നിങ്ങളുടെ മകൻക്കൊരു ജോലിയില്ലാത്തൊരു കാര്യമാണ് പറയാൻ വരുന്നതെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ആദ്യം ആ ഒരു കാര്യത്തെ നമ്മളൊന്നിങ്ങനെ പറയുക. എന്നിട്ട് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റബ്ബേ ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സമാധാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ മരണമല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല. അത്തരത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയാം. അപ്പോൾ അത്തരത്തിൽ റബ്ബിനോട് പറയാം, ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഞാൻ ഈ ഒരു ഒട്ടിയ വയറുമായിട്ട് വിശന്നിരുന്നിട്ടാണ് റബ്ബെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വചനമുണ്ടല്ലോ, ആ വചനത്തെ നമ്മൾ 786 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 786 തവണ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചൊല്ലാൻ കഴിയാൻ കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളഞ്ഞു കിടക്കുന്ന എല്ലാ വഴികളും റബ്ബ് സുബ്ഹാനഹു തആല വലിയ രീതിയിൽ തുറന്നു തരിക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, ബിസ്മിക്ക് അത്തരത്തിലുള്ള ഒരു പവറുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ മറ്റൊരു അമലിനെ നിങ്ങൾക്ക് അറിയൂലേ, യാ അർഹമർ റാഹിമീൻ എന്നുള്ള ദിക്ർ 1000 തവണ ചൊല്ലേണ്ടത്. കഴിയുന്ന ആളുകൾ അതും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റമദാൻ മാസം നോമ്പ് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റൂല എന്നറിയാം, എന്നാലും ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതും എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഫലം കിട്ടുന്നതുമാണെങ്കിൽ അത് നമുക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റൊരുവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.